കോന്നി MLA KU ജനീഷ് കുമാർ വനം വകുപ്പിന്റെ ഓഫീസിൽ കയറി സിനിമാ സ്റ്റൈലിൽ ഉദ്യോഗസ്ഥരെ വിരട്ടിയ വീഡിയോ വൈറലായപ്പോൾ സ്വാഭാവികമായും വില്ലനായത് ഭരണകക്ഷി MLA ആണ്. സർക്കാർ ഓഫീസിൽ കയറി ജനപ്രതിനിധി നിയമം കയ്യിലെടുക്കുന്നത് ശരിയോ? അതും ഭരണകക്ഷി MLA. കത്തിക്കും, നക്സലുകൾ വരും എന്നൊക്കെ പറയാൻ മാത്രം ഭരണകക്ഷി MLA തന്നെ വനം വകുപ്പിനെ കൊണ്ട് പൊറുതിമുട്ടിയോ എന്നായി ചോദ്യം. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആരെ? എന്നെയോ? ഹോം മിനിസ്റ്ററുടെ വലം കൈ അല്ലേ? സാറിപ്പോ ഇവിടെ വിശേഷിച്ച് ഞങ്ങളുടെ ഒരാളിനെ ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് അറിഞ്ഞു. വിട്ടുകളാ. ആളാരാണാവോ? അകത്ത് കിടക്കുന്ന ആള് തന്നെ. ഞങ്ങളുടെ ഒരു സ്ട്രോങ് വർക്കറാ ശേഖരൻ. അവന്റെ പേരില് ഞാൻ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. കേസോ? എന്തിന്? ഇന്ന് കോടതി ഹാജരാക്കും. അപ്പൊ ഒരു വക്കീലിനെ കൊണ്ടുവന്നാല് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോവാം. അതാണ് നിയമം. മനുഷ്യരെ ക്ഷണിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? കോടതി നിയമമൊക്കെ കളയണം മിസ്റ്റർ. ഇതേ ഹോം മിനിസ്റ്ററുടെ പ്രശ്നമാ. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തയിലാടി കാണിക്കാൻ ഇറങ്ങിയേക്കുന്നു പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? പല പ്രാവശ്യം വാർണിംഗ് കൊടുത്തു. ഞാൻ പൊക്കുവേ എന്ന് കേട്ടില്ല. അവസാനം ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു പൊക്കിക്കോ. തോന്നിയാസം നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ? അയക്കൊരു സൂക്കേടുണ്ട്. ഭരണകക്ഷിക്കാരുടെ ആളാണെന്ന് പറഞ്ഞാൽ കൂടുതലടി, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ചിടി. മലയോര മേഖലയിലെങ്കിലും വാദി പ്രതിയാവുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വനം വകുപ്പിനെതിരായ ജനവികാരത്തെ പ്രതിനിധീകരിക്കാൻ ഭരണപക്ഷത്തു നിന്നു തന്നെ വന്ന MLAക്കായി പ്രാദേശിക പിന്തുണ. വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനത്തോടുള്ള വനം വകുപ്പിന്റെ സമീപനത്തിൽ തിരുത്തു വേണമെന്ന് സർക്കാരിന് തോന്നിയില്ലെങ്കിലും MLAക്ക് തോന്നിയിട്ടുണ്ട്. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ വന്യമൃഗ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നതും ദൈനംദിനം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ. ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാതെ ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് അങ്ങേറ്റം തെറ്റാണ്.